ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഐ നിമിഷ ഡെയ്ലീസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡാറ്റ ഫ്രെയിമിൽ ബാക്കി കുറച്ച് കൺസെപ്റ്റുകളും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് കുറച്ച് എമർജൻസി വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഡാറ്റ ഫ്രെയിമിൻ്റെ ബാക്കിയുള്ള വീഡിയോസിലോട്ട് കയറാം. അപ്പം അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. So today is our day 8 of data frame in Panda series. Pandas Malayalam tutorial series. ഡേ 7 അപ്ലോഡ് ആവുന്നേ ഉള്ളൂ കേട്ടോ, വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ടാസ്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ 12 ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് വായോ കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചതൊന്നും മനസ്സിലായിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആദ്യം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റില്ല. ഫസ്റ്റ് നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, തനിയെ ഓരോന്ന് ചെയ്ത് പഠിക്കണം. ഓക്കെ, സോ ഞാനിവിടെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ 1 സെക്കൻഡ് നമ്മൾ CSV റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതൊന്നും ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ 3 ലൈൻ. ഓക്കെ, ഹെഡർ, നൺ, സെപ്പറേറ്റർ. ഓക്കെ, ഇത് ഞാൻ ഒന്ന് പ്രിന്റ് ചെയ്ത് തരാം. പ്രിന്റ് DF. അപ്പൊ ഇവിടെ ഇതിലിപ്പോ എന്താ ഉള്ളേ? ഇതിലിപ്പോ ഒന്നുമില്ല. ഒരു മിനിറ്റ്. ഡാറ്റ സെറ്റ്, കസ്റ്റമർ CSV. ഇതിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൽ സാലറി രണ്ടാൾക്ക് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സാലറി ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാല്യൂ റിപ്പീറ്റ് ചെയ്തു വന്നു അർത്ഥം. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യണേന്ന് വെച്ചാല്, ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡ്രോപ്പ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ ഞാനിവിടെ df1 ഈക്വൽ ടു df ഡോട്ട് ഡ്രോപ്പ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, df1നെ ഞാൻ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താ ഉണ്ടാവണേ നോക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എന്തെങ്കിലും റിമൂവ് ആയോ? ഇല്ല. എന്ന് വെച്ചാല് ഡ്രോപ്പ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് റിമൂവ് ചെയ്യാനല്ല, ഡ്യൂപ്ലിക്കേറ്റ് കോളംസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനാണ്. അപ്പൊ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ 2 കോളം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ 4, 5 എന്നുള്ള കോളം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ DF പ്രിന്റ് ചെയ്യിക്കുമ്പോൾ ആ 4, 5 കോളം റിപ്പീറ്റ് ചെയ്ത് വന്നത് അവിടെ ഉണ്ടായിരിക്കും ഇല്ലേ. 4, 5, 2, 3, 4, 5 അഗെയിൻ വന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ എന്താ പറയുന്നത് നോക്കിക്കോ, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ അവിടുന്ന് റിമൂവ് ആയി. ലാസ്റ്റത്തെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് റിമൂവ് ആയത് അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ, എനിക്കിപ്പോ ഈ ഒരു LAM എന്ന് പറഞ്ഞ കോളം തന്നെ റിമൂവ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് റോസ് റിമൂവ് ചെയ്യാൻ പഠിച്ചു നമ്മള്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് കോളം എനിക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡ്രോപ്പ് എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, df2 ഈക്വൽ ടു df ഡോട്ട് ഡ്രോപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ എനിക്കിവിടെ കോളംസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സിംഗിൾ കോട്ടിൽ LAM ഇട്ട് കൊടുക്കാം. പ്രിന്റ് df2 റൺ ചെയ്യുമ്പോൾ എന്നുണ്ടാവും, ആ ഒരു LAM എന്നുള്ള കോളം അവിടെ റിമൂവ് ആയി പോയിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, df3 ഈക്വൽ ടു df ഡോട്ട് ഡ്രോപ്പ് തന്നെയാണ്. ഓക്കെ, ഡ്രോപ്പ് ഓഫ് എന്നുള്ളതിൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നേരിട്ട് എന്താക്കുന്നു, LNAME എന്നുള്ളത് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എറർ വരും, കാണിച്ചു തരാം. df3നെ ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നുണ്ട്, എറർ വരുന്നു. കാരണം ആക്സസ് ഇല്ല എന്നുള്ളത്. എന്നുവെച്ചാൽ 2 ഡയമെൻഷണൽ ഡാറ്റാസിന് അവിടെ എപ്പോഴും എന്തുണ്ട്, ആക്സസ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, ആക്സസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കും. കോളല്ലേ റിമൂവ് ചെയ്യണ്ടേ, അപ്പൊ അവിടെ എന്തായി, അത് റിമൂവ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 രീതിയിലും കോളംസ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് റോസിനെ റിമൂവ് ചെയ്യാൻ പഠിച്ചു, കോളത്തിനെ ഡ്രോപ്പ് ചെയ്യാനും പഠിച്ചു. ഓക്കെ,
ഇനി നമുക്ക് നോക്കാനുള്ള ഫങ്ഷൻസ് ആണ് ഇവാലുവേറ്റിംഗ് ഫങ്ഷൻ. എന്താ ഇവാലുവേറ്റിംഗ് ഫങ്ഷൻസ്? ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? ഇവാലുവേറ്റിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാ നമ്മൾ കേട്ടിട്ടുണ്ടാവും? കൗണ്ട്, സമ്മ്, മിന്ന്, മാക്സ്, മീൻ. ഈ 5 എണ്ണാണ് ഇവാലുവേറ്റിംഗ് ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസ് നമ്മൾ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? ഇവയൊക്കെ ഗ്രൂപ്പ് ചെയ്യണം. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ഇപ്പോൾ CSV ഫയൽ തന്നെ എടുക്കാം. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ എനിക്കിതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? df1 equal to df dot group by of എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്കിപ്പോൾ ഏത് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാം? എനിക്ക് വേണ്ടത് ഇപ്പം, ഞാൻ ആദ്യം ഫയൽ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഫയലിന്റെ കണ്ടന്റ് ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ ഫയൽ അല്ലേ? ഇതില് റിപ്പീറ്റ് ചെയ്ത് വന്നത് ആർക്കാ? സാലറിയാണ് 15,000 റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നത്. അതേപോലെ പൈത്തൺ ഉണ്ടോ? ഇല്ല. മാനേജർ എന്നുള്ള ഡെസിഗ്നേഷൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഗ്രൂപ്പ് ബൈ ഇവിടെ ഡെസിഗ്നേഷൻ കൊടുക്കണം. ഗ്രൂപ്പ് ബൈ ഡെസിഗ്നേഷൻ. ഫസ്റ്റ് തന്നെ നമുക്ക് കൗണ്ട് ആണ് നോക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴത്തെ എന്ത് ചെയ്യുന്നു? ഡോട്ട് അല്ല, കുറച്ച് സ്പേസ് ഇട്ടാൽ മതി. ഡോട്ട് അല്ല, സ്പേസ് ഇടാ. സ്ക്വയർ ബ്രാക്കറ്റിൽ എഗെയിൻ ഞാനിവിടെ ഡെസിഗ്നേഷൻ എന്ന് കൊടുക്കണം, ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യുന്നു? ഡോട്ട് കൗണ്ട് കോൾ ചെയ്യണം. ക്ലിയർ ആയോ? ഗ്രൂപ്പ് ബൈ ഡെസിഗ്നേഷൻ സ്പേസ് ഇടാ, ഡെസിഗ്നേഷൻ ഡോട്ട് കൗണ്ട് കോൾ ചെയ്യാം. പ്രിന്റ് df1. ഞാൻ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അറിയോ അവിടെ പോയി? എവിടെയാ എറർ? ഡെസിഗ്നേഷൻ സ്പെല്ലിംഗ് മാറിപ്പോയോ? നോക്കട്ടെ കേട്ടോ. ഇവിടെ സ്പെല്ലിങ് മാറിപ്പോയി, അതാണ്. സോറി. അപ്പൊ കണ്ടോ, മാനേജർ 2 എണ്ണം, സോഫ്റ്റ്വെയർ ടെസ്റ്റർ 2 എണ്ണം, അങ്ങനെ കൗണ്ട് വന്നു ഇല്ലേ? അപ്പൊ എനിക്കിത് ഈ കൗണ്ടിനെ ഒന്ന് സോർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? ഇവിടെ ഡോട്ട് സോർട്ട് വാല്യൂ കൊടുക്കാം. ഓക്കെ, വാല്യൂസ് കൊടുത്താൽ അതിനെ സോർട്ട് ചെയ്ത് വരും. കണ്ടോ? 1 1 1 2 2 2. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഈ ഫങ്ഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇത്ര പാർട്ട് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് വരാം. ഓക്കെ, എനിക്കിപ്പോൾ വേണ്ടത് സമ്മാണ് കാണേണ്ടത്. അപ്പൊ ഞാനിപ്പോൾ സമ്മ് ചെയ്യണത് സാലറി വൈസ് ആണ് സമ്മ് ചെയ്യണത്. അപ്പൊ എന്ത് ചെയ്യണു? ഇവിടെ സാലറിന്ന് റീപ്ലേസ് ചെയ്യണു, സമ്മ് കൊടുക്കണു. എനിക്കിപ്പോൾ സോർട്ടിന്റെ ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? റൺ ചെയ്യണു. ഇതെങ്ങനെയാ സമ്മ വന്ന് നോക്കണെന്ന് മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്ത് വന്ന് നോക്കുന്ന വാല്യൂസിന്റെ സമ്മാണ് വന്ന് നോക്കുന്നത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വന്ന് നോക്കുന്ന വാല്യൂസിന്റെ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മിന്ന് ചെയ്യുക, മാക്സ് ചെയ്യുക, മീൻ ചെയ്യുക. ഈ 3 കാര്യങ്ങളും കൂടി നിങ്ങൾക്കുള്ള അടുത്ത ടാസ്ക്. ഓക്കെ, മിന്ന്, മാക്സ്, മീൻ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി
നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പാണ്ടാസിൽ പഠിക്കാനുള്ളൂ. ഒരു 2 to 3 വീഡിയോസ് ഇനി ഇതിലുണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തറോ ആയിട്ട് പഠിക്കാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ഇനി നമുക്ക് ഒരു ജോയിൻസിൻ്റെ ടോപ്പിക് എടുക്കാണ്ട്, പിന്നെ നൾ വാല്യൂ നമ്മൾ ഫില്ല് ചെയ്തപ്പോൾ എല്ലാ കോളത്തിലും കൂടി ഒരുമിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നേ അല്ലേ? അങ്ങനെ ചെയ്യാതെ ഓരോരോ സെല്ലിൽ എങ്ങനെ നൾ വാല്യൂസ് ഫില്ല് ചെയ്യാൻ നോക്കാനുണ്ട്. പിന്നെ ഇപ്പം എന്താ ഉള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അങ്ങനെ 2-3 കാര്യങ്ങളും കൂടി ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. ചിലപ്പോൾ ഞാനതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിലായിട്ട് പറയും. അതല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പം തന്നെ ഓർത്ത് വെച്ചു ഒരു കാര്യം കൂടി ഉണ്ടെന്നുള്ളത്, അത് ഞാൻ മറന്നുപോയല്ലോ. ഇവിടെ ഇപ്പം തന്നെ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യണത്. ഇവിടെ ഞാൻ എന്താ പറഞ്ഞേ, റോ വൈസ് ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇവിടെ റിമൂവ് ആയത് അല്ലേ? പകരം എനിക്ക് വേണ്ടത് ഇവിടെ കോളത്തിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നിട്ടുണ്ട് 15,000 എന്നുള്ളത്. അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളതും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു 2-3 കാര്യങ്ങളും കൂടി ഇനി ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരു 1-2 വീഡിയോ കൂടി ഇനി പാണ്ടാസിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. അതിനി ഇന്ന് നോക്കട്ടെ, ഇന്ന് പറ്റുകയാണെങ്കിൽ ഞാൻ ജോയിൻസ് ഒക്കെ ഇന്ന് തന്നെ ഇടാം. വയ്യ, പനി മാറിയിട്ടില്ല, അതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ കാണാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.